ടോണിയെയും സോനുവിനെയും കണ്ടില്ലല്ലോ. ഇവിടെ വരാമെന്നല്ലേ പറഞ്ഞത്? ആ ദാ എത്തി. എവിടെ ആയിരുന്നടാ ആളിയ? സാധനം കിട്ടിയോ? കിട്ടി. എന്നാ എടുത്തോ. എന്റെ സന്തോഷം. ലോകമേ കാണുക എന്റെ സന്തോഷം. ഡാ, നീ അറിഞ്ഞോ? ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഛർദ്ദിച്ചത് മിസ് വിളിച്ച് അമ്മയോട് പറഞ്ഞെന്നാ തോന്നുന്നത്. നിന്റെ അമ്മയെ അറിയിച്ചു. അപ്പോൾ ഇനി എന്റെ ബാങ്ക് ബാലൻസ് 0. സമയം വൈകി. ജോണി മോനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ട്യൂഷൻ്റെ സമയം കഴിഞ്ഞല്ലോ. ആ, ഇപ്പോൾ വരുമായിരിക്കും. എത്തിയല്ലോ അമ്മാമ്മയുടെ പൊന്നുമോൻ. പൊന്നുമോനോ? ഞാനാരുടെയും പൊന്നുമോനല്ല. എന്നാടാ ജോണിക്കുട്ടി പറ്റിയേ? നീങ്ങി നിൽക്ക്, എന്നെ തൊടണ്ട. മമ്മി വിളിച്ചിരുന്നു. അതിന് ഞാനെന്ത് വേണം? ഓ, കുഞ്ഞുനാളിൽ എങ്ങനെ വളർന്ന കുട്ടിയാ. അവനെ പറയുന്നത് എന്തിനാ? ചേർത്തു നിർത്തേണ്ട പ്രായത്തിൽ അവക്കും അവനും തിരക്കല്ലേ. എൻ്റെ മാതാവേ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഡാ, ഇന്ന് സാധനം എങ്ങനെയാ വാങ്ങുക? എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ ഇനി ഒന്നുമില്ല. എന്റെ അമ്മാമ്മയുടെ കമ്മല ഇന്നലെ അടിച്ചു മാറ്റിയത്. ഇങ്ങനെ പോയാൽ നമ്മൾ എന്തു ചെയ്യും? ഇന്ന് ജോണിയുടെ വീട്ടിൽ ഒരു റെയ്ഡ് ആയാലോ? എന്റെ വീട്ടിലോ? അത് ശരിയാവില്ല. ഇല്ലെങ്കിൽ വേണ്ട. കുറച്ച് കഴിയുമ്പോൾ സാധനമില്ലേന്ന് മാത്രം ചോദിക്കരുത്. എന്നാൽ നമുക്ക് പോകാം. മക്കളെ, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഇരിക്കും. ഞാൻ കുടിക്കാനെടുക്കട്ടെ? കുടിക്കാനൊന്നും വേണ്ട. വേണ്ടേ? അതെന്താ? നിങ്ങൾ ഇരിക്കും മക്കളെ, ഞാൻ എടുക്കട്ടെ. ഡാ, പോകും മുമ്പേ പിടിക്ക്. എന്തായി കാണിക്കുന്നത്? വിടുമക്കളെ. മമ്മ വിളിക്കുമ്പോൾ നിന്റെ ഈ കുസൃതികളെല്ലാം ഞാൻ പറയും. പിടിക്കടാ, വലിച്ചു പിടിക്കടാ. ഡാ, വിടന്നെ. അമ്മേ, രക്ഷിക്കണേ. ആ, ഇന്നത്തേക്കുള്ളതായി. വാടാ, ആരും കാണാതെ ഓടി രക്ഷപ്പെടാം. തിരിഞ്ഞു നോക്കാതെ വാടാ. ഓടിക്കൂ, ഓടിക്കൂ. സാറാമ്മച്ചി, ഇനി ഇല്ലെന്ന് ചിന്തിക്കാനേ കഴിയുന്നില്ല, അല്ലേ അച്ഛാ? എങ്ങനെയാ ഉപദേശിച്ച് അതിന് കഴിയുക? എല്ലാ ദിവസവും ആദ്യം മണി അടിക്കുമ്പോഴേ സാറാമ്മച്ചി പള്ളിയിലെത്തും. നിറ പുഞ്ചിരിയോടെ ഈശോയുടെ ദിവ്യകാരണത്തിന് മുന്നിലിരിക്കുന്ന സാറാമ്മച്ചി. ഇനി ആരാ? ഇപ്പോഴൊക്കെ ഇങ്ങനെയുള്ളവർ ഇല്ലെന്നേ. ആശുപത്രി കിടക്കയിൽ വെച്ച് അജ്ഞാതൻ ആരോ എന്ന അമ്മച്ചി മൊഴി നൽകിയത്. ചങ്ക് കീറി മുറിച്ചിട്ടും കൊന്നവനെ കാണിച്ചു കൊടുത്തില്ലല്ലോ. ഓ, ഓർക്കാനേ വയ്യ. ജോണിക്കുട്ടിയെ പോലീസ് പിടിച്ചോണ്ട് പോയി എന്നല്ലേ കേട്ടത്? ജാമ്യത്തിലിറങ്ങും. തെളിവില്ലല്ലോ അച്ഛാ. ഈ ലോകം ഇങ്ങനെയാണോ? പെറ്റമ്മയുടെ വരെ ചങ്കറുക്കാനും മടിയില്ല. കുടുംബങ്ങളുടെ നട്ടലാവേണ്ടവൻ ജീവിതയാത്രയുടെ പകുതിയിൽ തന്നെ അഴിക്കുള്ളിൽ എത്തിച്ചേരുന്നു. ജോണിക്കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ആരാ വിചാരിച്ചേ? കൂടെയുണ്ട് വേറെ 3 എണ്ണം. അമ്മച്ചിയുടെ പ്രാർത്ഥനയെങ്കിലും മോനും മരുമോളും എത്തിച്ചേരുമോ എന്തോ. ആണ്ട് കുർബാനയ്ക്കെങ്കിലും വന്നാ മതിയായിരുന്നു. ഇനി അതൊക്കെ ആര് നടത്താന്? സെമിത്തേരിയിലായിരുന്നെങ്കിൽ വർഷത്തിൽ 1 കിട്ടിയിരുന്നേന്. ഉപദേശിക്ക് ഓർമ്മയുണ്ടോ വിശുദ്ധ ചാവറ പിതാവിനെ? പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്ന പുരോഹിതൻ. അതുപോലെ ഏതൊരു പള്ളിക്കും വേണം ഒരു സെമിത്തേരി. അച്ഛൻ പറഞ്ഞത് ശരി തന്നെ. പക്ഷേ അതെങ്ങനെ സാധ്യമാകുക? മാസവരുമാനം ചെലവിന് തന്നെ തികയുന്നില്ലല്ലോ. ഇടവക ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ എല്ലാം സാധ്യമാകും. പിന്നെ നമ്മുടെ ഇടവകയിലുള്ളവർ മരിച്ചു പോയാൽ
ആരും തിരിഞ്ഞു നോക്കിയില്ലേലും വർഷത്തിൽ ഒരു കുർബാനയെങ്കിലും കിട്ടും. ആരോ വരുന്നുണ്ടല്ലോ. നിങ്ങളോ? ഇല്ലെങ്കിൽ ഈ പള്ളി പരിസരത്ത് നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. ഞങ്ങളോട് പൊറുക്കണം അച്ചോ, പറ്റിപ്പോയി. എന്തോന്ന് പറ്റിപ്പോയി? തിരിച്ചറിവായില്ലല്ലേ നിങ്ങൾക്ക്? ഒരുത്തനെ ജയിലിലാക്കിയിട്ട് വന്നിരിക്കുന്നു. പോയി, എല്ലാം പോയി. ഇനി എന്തിനാ ഞങ്ങൾ ജീവിക്കുന്നേ? മരിച്ചാൽ മതി. ദൈവം തന്ന ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുക. ചെയ്തത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇനി ആവർത്തിക്കരുത്. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക. മുതിർന്നവരോടുള്ള തർക്കുത്തരം പറയലും അനുസരണക്കേടും നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് ഒരു ഹരമാ. പക്ഷേ അത് നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കും. നിങ്ങളെപ്പോലുള്ള യുവതീ യുവാക്കൾക്ക് ലഹരി മദ്യവും മയക്കുമരുന്നും ആകരുത്. ആ ലഹരി എന്നും ദിവ്യകാരുണ്യ ഈശോ ആയിരിക്കണം. ജന്മം തന്ന മാതാപിതാക്കളായിരിക്കണം. ആ തിരിച്ചറിവ് നിങ്ങളെ നിത്യതയിലേക്ക് നയിക്കും. പോലീസ് ജീപ്പിന്റെ ശബ്ദമല്ലേ അച്ഛാ? ഈശോ മെശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇവനെ ഞാൻ ഏൽപ്പിക്കുക അച്ഛാ. നീതിപീഠത്തെ പോലും ഇവന്റെ ഗ്രാൻഡ്മ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇവന് ആ സ്നേഹം ഇല്ലാതെ പോയി. എന്നോട് ക്ഷമിക്കണോ അച്ഛാ? ജോണിക്കുട്ടി, നീ നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വാ. എന്നിട്ട് നല്ലൊരു വ്യക്തിയായി ജീവിക്കുക. ഞാനങ്ങനെ ചെയ്യാ അച്ഛാ. എന്നാൽ ഞാൻ